പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വന്നാൽ കുറച്ച് സ്പൈസസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 3 ഏലക്ക, 5-6 ഗ്രാമ്പു, 2 പീസ് പട്ട, ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. ഈ സ്പൈസസ് എണ്ണയിലൊന്ന് മൂത്ത് വന്നാൽ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള കളറ് മാറുകയൊന്നും വേണ്ട. ഒന്ന് വാടി വന്നാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി, പച്ചമണം ഒന്ന് മാറി വന്നാൽ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 പൊട്ടറ്റോ കട്ട് ചെയ്ത് ചേർത്തിട്ട് അതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് 2 മിനിറ്റ് വഴറ്റിയ ശേഷം 1/2 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തതും, ഒരു ക്യാരറ്റും 10-15 ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ചേർത്തിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരിയും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആയാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് ചൂടുവെള്ളം എന്ന കണക്കിലാണ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് വെന്ത് കിട്ടും. 10 മിനിറ്റിന് മുമ്പ് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.